ഹലോ, ഞാൻ ലിപി. അപ്പോൾ ഞാനിന്ന് അമൽനീരത്തിൻ്റെ പടമായ ബോഗൻവില്ല പടം കണ്ടതാണ്. അപ്പോൾ പടം എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കൂടുതൽ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു ഞാൻ പടത്തിൽ. കുറച്ച് അമൽനീരത്തിൻ്റെ കാരണം മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പടത്തിലുണ്ട്. പക്ഷെ എന്നാലും ഒരു ഒരു വൺ ടൈം വാച്ചബിളിനുള്ളൊരു മൂവി ഉള്ളൂ. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഭരത മോഡലില്ലേ, ആ മോഡൽ കഥയാണ് ഇതിലും, ആ മോഡൽ പടമാണ് വന്നിക്കണത്. അതായത് ഭരതൻ്റെ നായകൻ അവസാനം സ്കോർ ചെയ്യണു, അതേപോലെ തന്നെ ഇതിലും നായകൻ സ്കോർ ചെയ്യണു. പക്ഷെ നായകൻ വില്ലനാവുന്നു, ഇതിലൊരു പുതുമയുണ്ട്. എന്തായാലും പടം ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ജ്യോതിർമയി നല്ല രീതിയിൽ പുള്ളിക്കാരത്തി നല്ല കിടലായിട്ട് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ പടത്തിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജ്യോതിർമയുടെ. പിന്നെ അതേപോലെ തന്നെ കുഞ്ചാക്കോബാബന് നല്ല രീതിയിൽ, കുഞ്ചാക്കോബാബന് ഇതിൽ വില്ലനീസാണ് കാട്ടണേ. പുള്ളി നല്ല കിടലായിട്ട് പുള്ളിയുടെ ക്ലൈമാക്സിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കാണാവുന്ന സംഭവം. പിന്നെ അതേപോലെ തന്നെ ഫഹദ് ഫാസിലിന് അധികം റോളില്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം ഒരു പോലീസുകാരനായിട്ടാണ്, പക്ഷെ പുള്ളിക്ക് അധികം റോളില്ലാത്ത പോലെ തോന്നി. മെയിനായിട്ടും കുഞ്ചാക്കോബാബനെയും ജ്യോതിർമയിനെയാണ് പടത്തിൽ എടുത്തു കാട്ടിയത്. എന്തായാലും ഒരു വൺ ടൈം വാച്ച് മൂവിയായിട്ട് തോന്നി. പിന്നെ ഇതിൽ വിവാദമായ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഏറ്റവും അവസാനം എൻകാർഡിൽ കൊണ്ടുവന്ന പാട്ട് വെച്ചാണ്. വേറെ അങ്ങനെ ഭൂരിഭാഗം പടത്തിൽ നല്ല പാട്ടുകൾ അങ്ങനെ നല്ല പാട്ടുകൾ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അത് മറ്റേ ഫഹദ് ഫാസിലിന് മുമ്പിലത്തെ ഒരു പടത്തിൽ പാട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരേപോലത്തെ രീതി. എന്തായാലും പടം ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എന്തായാലും കയറി കണ്ടുപോകും.